കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് പരമോന്നത കോടതി. പണരഹിത മെഡിക്കൽ ചികിത്സാ പദ്ധതി എന്ന ആവശ്യം ഇതുവരെ നടപ്പിലാക്കാത്തതിനാലാണ് സുപ്രീം കോടതി കേന്ദ്രത്തിനെതിരെ രംഗത്തെത്തിയത്. അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യ 60 നിമിഷങ്ങൾക്ക് എമർജൻസി സഹായം നൽകുന്നതുൾപ്പെടെയുള്ള പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്രത്തിന് മാർച്ച് 14 വരെ കോടതി സമയം നൽകിയിരുന്നു. സർക്കാരിന് അനുവദിച്ച സമയം മാർച്ച് 14-ന് അവസാനിച്ചു. ഇത് ഗൗരവകരമായ ലംഘനമാണ്, മാത്രമല്ല കോടതിയുടെ നിർദ്ദേശം ലംഘിക്കുന്നതുമാണ്. ഒപ്പം വളരെ ഗുണകരമായ ഒരു പദ്ധതിയാണ് നടപ്പാക്കാത്തതെന്നും കോടതി നിരീക്ഷിച്ചു. ഇതിനെ തുടർന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെയും റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയ സെക്രട്ടറിക്കും കോടതി സമൻസ് അയച്ചിട്ടുണ്ട്. പദ്ധതി നടപ്പിലാക്കാത്തതിന്റെ കാര്യം ഏപ്രിൽ 28-ന് വ്യക്തമാക്കണമെന്നാണ് നിർദ്ദേശം. ചികിത്സ ലഭിക്കാതെ ആളുകൾ മരിക്കുകയാണ്. വളരെ വ്യക്തമായി പറയുകയാണ്, ഒരു പുരോഗതിയും ഇക്കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ കോടതി അലക്ഷ്യത്തിന് നോട്ടീസ് അയക്കുമെന്നും ജസ്റ്റിസ് അഭയ് എസ് ഓക വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് അപകടത്തിൽപ്പെടുന്നവർക്ക് ആദ്യം 1 മണിക്കൂറിനുള്ളിൽ എമർജൻസി മെഡിക്കൽ സഹായം നൽകാൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അടുത്തില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരമൊരു പദ്ധതി അത്യാവശ്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയതും നടപ്പിലാക്കാൻ കേന്ദ്രത്തിനോട് നിർദ്ദേശിച്ചതും. ചില സമയങ്ങളിൽ പോലീസും എന്തിന് ആശുപത്രികൾ പോലും മറ്റൊരാൾ ഇത്തരത്തിലൊരു നീക്കം നടത്തട്ടെ എന്ന നിലപാടെടുക്കുന്ന സാഹചര്യമുണ്ടാകുന്നുണ്ട്. പ്രത്യേക പണം ഒരു പരിധിക്കപ്പുറം ആവശ്യമായി വന്നാൽ ഇത്തരം രീതികൾ ആളുകളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ഓക അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. 2023 ഡിസംബറിൽ ഇത്തരമൊരു സ്കീമിനെ കുറിച്ചുള്ള പദ്ധതി മുന്നോട്ട് വെച്ചത് കേന്ദ്ര സർക്കാർ തന്നെയായിരുന്നു.